നമസ്കാരം. ഒരു സിനിമ കണ്ടിറങ്ങി സുമതി വളവ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സൂപ്പർ സിനിമയാണ്. അതിനപ്പുറത്തേക്ക് പറയാനില്ല. പക്ഷേ ആ സിനിമ എടുത്തിരിക്കുന്ന രീതി, അതിൻ്റെ മ്യൂസിക്, ഒരു രക്ഷയില്ലാട്ടോ. മ്യൂസിക്കിൽ ആളുകളെ അങ്ങ് പിടിച്ചിരുത്തിയിട്ട് ഒരു രക്ഷയില്ല. ഓരോ സിനിമയ്ക്ക് ഓരോ വിജയപരാജയങ്ങളുണ്ട്. പക്ഷേ ഇത് വിജയ ചിത്രത്തിൽ ഉൾപ്പെടുത്താമെന്ന കാര്യത്തിൽ സംശയമില്ല. സുമതി വളവിനെക്കുറിച്ച് നമുക്ക് കഥകൾ കേട്ടിട്ടുണ്ട്, മുത്തശ്ശി കഥകൾ കേട്ടിട്ടുണ്ട്. ഒരു സുമതി വളവ്, തിരുവനന്തപുരത്തുള്ള സുമതി വളവിൽ അവിടെ യക്ഷിക്കഥകൾ കേട്ടിട്ടുണ്ട്. ഈ യക്ഷിക്കഥകൾ നമ്മൾ കണ്ട ഒത്തിരി യക്ഷിക്കഥകളുണ്ട്. പക്ഷേ അത്തരമൊരു യക്ഷിക്കഥയല്ല ഇത്. എന്നാൽ എന്താണ് സിനിമ കണ്ട് മനസ്സിലാക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നത്, ഞാൻ രണ്ടൊന്ന് പോയിന്റുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കോമഡി ഈ സിനിമകൾ പരീക്ഷിച്ച് വിജയിച്ച കാലഘട്ടമുണ്ട്, ഹൊറർ സിനിമ പരീക്ഷിച്ച് വിജയിച്ച കാലഘട്ടമുണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് വിജയിച്ച ഒരു കാലഘട്ടം എൻ്റെ അറിവിലില്ല, ഞാൻ കണ്ട സിനിമകളില്ല. ഇത് രണ്ടും ചേർത്ത് വിജയിപ്പിക്കാൻ അഭിലാഷ് പിള്ള എന്ന ഒരു എഴുത്തുകാരന് സാധിച്ചു. അത് എടുത്തു പറയാം. അതോടൊപ്പം തന്നെ ഡയറക്ടറും ഗംഭീരമായിട്ട്, അതോടൊപ്പം തന്നെ അതിൻ്റെ ഓരോ ഫ്രെയിമും, അങ്ങനെ നമ്മൾ ഓരോന്നാണ് എടുത്തു പറയുന്നത്. അത് എനിക്ക് നമ്മൾ പല സിനിമകൾക്കും നമ്മൾ കാണാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു ഇതെല്ലാം. പക്ഷേ ഈ സിനിമയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു സംഭവം കാണിക്കേണ്ടത്, ഒരു തമിഴ് കലർത്തിയ ഡയലോഗോട് കൂടി കാണിച്ച് നമ്മൾ ആ സിനിമയിലേക്ക് അങ്ങോട്ട് യാത്ര ചെയ്യിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സിനിമ നമുക്ക് കൊണ്ടുപോകുന്ന ഒരു റൂട്ടുണ്ടല്ലോ, ഗംഭീരമായിട്ട്. അതിലേറ്റവും രസകരമായ കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്, നമുക്ക് ചിരിക്കാൻ ഉള്ള കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. അർജുൻ അശോകനെ സംബന്ധിച്ചിടത്തോളം പ്രധാന നായകനായിട്ട് അർജുൻ അശോകൻ വരുമ്പോൾ അർജുൻ അശോകൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമ എന്ന് എനിക്ക് പറയാൻ ഒരു മടിയില്ല. കാരണം അശോകൻ്റെ പടങ്ങൾ, അർജുൻ അശോകൻ്റെ പടങ്ങൾ ഇതിന് മുമ്പ് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പടങ്ങളും മികച്ചതാകുമ്പോൾ അതിനപ്പുറത്തേക്ക് തന്നെ ഒരു മികച്ച സിനിമയായിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിനൊപ്പമുള്ള ബാലു വർഗീസ് ആണെങ്കിലും സിദ്ധാർത്ഥ ആണെങ്കിലും, പേരെടുത്ത് പറഞ്ഞാൽ ഒത്തിരി ആളുകളുടെ പേരെടുത്ത് പറയേണ്ടി വരും. ഗോകുൽ സുരേഷിൻ്റെ ആണെങ്കിലും പേര് വിട്ടുപോകും, മനോജിൻ്റെ ആണെങ്കിലും, മനോജ് കെയുടെ ആണെങ്കിലും, അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ബോബി പണി എന്ന സിനിമയിലൂടെ വന്നിട്ട് ബോബി എന്നൊരു എസ്ഐയുടെ വേഷത്തിൽ അദ്ദേഹം വരുന്നു, സൈജു കുറുപ്പ് വരുന്നു. അങ്ങനെ നിരവധി ആളുകളുണ്ട്, നമുക്ക് പറഞ്ഞാൽ അത്രയും ആർട്ടിസ്റ്റുകളുണ്ട്. അതുകൊണ്ട് അതിൽ സ്ത്രീ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചവരെല്ലാം ഗംഭീരമായിട്ട് ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയിലേക്ക് ഞാൻ ഒന്ന് വരികയാണ്. ഈ രഞ്ജിൻ രാജ് ഒരുക്കിയ മ്യൂസിക്കിൽ തന്നെയാണ് സിനിമയുടെ ഒരു യാത്ര. അതിന് യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിലാണ് സിനിമ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ ചെയ്ത പല മ്യൂസിക്കുകളും ഉണ്ട്, എല്ലാം മെച്ചപ്പെട്ട് വരുന്നു. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പടി മുകളിലാണ് ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ഗ്രാമത്തിലുള്ള ഒരു കഥയാണ്. ആ ഗ്രാമത്തിൽ, ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള സിനിമ. അവിടെ ഒരു യക്ഷിക്കഥയുണ്ട്. ആ യക്ഷിയുടെ വളവിൽ, ഈ സുമതി വളവിൽ എത്താനുള്ള ഭയപ്പാടാണ് അവിടെയുള്ള നാട്ടുകാർക്ക്. ആ ഭയപ്പാട് എങ്ങനെയാണെന്ന് സിനിമ കണ്ട് നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് സിനിമ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. സിനിമ കാണാം. അതിൽ ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോകുന്നത് വീടും പശ്ചാത്തലവുമാക്കിയാണ് കൊണ്ടുപോകുന്നത്. അവിടെ ഇടയ്ക്ക് സുമതി വളവിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ കണക്ട് ചെയ്ത് പോകാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഒരു കട്ട് കഴിഞ്ഞാൽ അടുത്ത കട്ടിലേക്ക് പോകുമ്പോൾ അത് യോജിച്ച് തന്നെ കൊണ്ടുപോകാൻ ഈ സ്ക്രിപ്റ്റിനും അതോടൊപ്പം തന്നെ ഡയറക്ടറിനും കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു മികവ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഹാഫിൽ വേറെ പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹത്തിൻ്റെ കാസറ്റ് കടയാണ്. പഴയ കാലത്ത് കാസറ്റ് ലൈബ്രറി ആണല്ലോ. അങ്ങനെ ഒരു കാസറ്റ് ലൈബ്രറി നടത്തിയൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ കാസറ്റ് ലൈബ്രറിയിൽ വരുന്ന ആളുകൾ പല ടൈപ്പ് ആളുകളാണ്. പല ടൈപ്പ് കാസറ്റുകൾ വാങ്ങാൻ വരുന്ന ആളുകളുണ്ട്. അവിടെ ഉണ്ടാകുന്ന ചമ്മലുകളും അത് വിവരിച്ച് തന്നെ കാണിക്കുന്നുണ്ട്. ഇവരുടെ പഴയ കാലത്തെ ഡ്രസ്സുകൾ, അന്നത്തെ 19 ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, വേറെ രീതിക്കാണല്ലോ. അതോടൊപ്പം തന്നെ ആ കാസറ്റ് ലൈബ്രറിയിൽ ഇരിക്കുന്ന ബാലുവിൻ്റെ ഒക്കെ സ്റ്റാഫായിട്ട് ഇരിക്കുന്ന അവൻ്റെ ഒരു പെർഫോമൻസ് പറയാതിരിക്കാൻ പറ്റില്ല. അവൻ ചില സമയങ്ങളിൽ കൗണ്ടർ അടിക്കുന്നുണ്ട്. അതിലേറ്റവും വലിയ കൗണ്ടർ എനിക്ക് തോന്നിയ, ഒരാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ സമയത്ത് ബാലുവിൻ്റെ അടുത്ത് പറഞ്ഞ ഡയലോഗ് ഉണ്ടോ, തിയേറ്ററിൽ ഭയങ്കര കൈയടിയാണ്. അത് ഡയലോഗിൽ ഗംഭീര കൈയടി. അങ്ങനെ ഡയലോഗിൽ നിരന്തരം കൈയടി കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ സുമതി വളവിലെ കുടുംബ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞു പോയി യാത്ര ചെയ്ത് പോകുമ്പോൾ അർജുൻ അശോകൻ്റെ ഒരു പ്രണയമുണ്ട്. ആ പ്രണയത്തിൽ സംഭവിച്ചതുണ്ട്. ആ സംഭവിച്ച കഥകൾ പറയുമ്പോൾ അതെങ്ങനെയാണ് ആ കഥയിലേക്ക് എത്തുന്നത്, ആ കഥയിൽ ലാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്ത് കൃത്യമായിട്ടാണ് ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ സുമതി വളവിലേക്ക് പോകാൻ ഒരു ധൈര്യം കിട്ടിയിട്ട് ഇവരൊരു യാത്രയുണ്ട്. അത് പൊളിയാട്ടോ. അവിടെ ഓരോ ആളുകൾ, അവിടെ പോയ എല്ലാ ആർട്ടിസ്റ്റുകളും ഒന്നിനൊന്നിന് മുകളിലേക്കാണ്. ഞാനാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് അടുത്ത ആൾ ചെയ്യാനുള്ള പരിശ്രമം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാവരും ഒന്നിനൊന്നിന് മുകളിലേക്ക്. ആ ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ
അവിടെ തിയേറ്ററിൽ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഡയലോഗ് കേൾക്കാൻ പറ്റുന്നില്ല. കാരണം കയ്യടിയും ചിരിയും കാരണം. അർജുൻ അശോകനും ബാലുവും ഒക്കെ അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് ആ അഭിലാഷ് പിള്ള അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അഭിലാഷ് പിള്ളയും അതിനകത്ത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സീൻ മാത്രം നമ്മൾ എടുത്താൽ മതി, വേറൊരു സീനും കാണേണ്ട വന്നില്ല കേട്ടോ. ആ സീൻ നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല, അത്രമാത്രം ചിരിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ സീനുകളാണ്. അങ്ങനെ ഈ സിനിമ പോയിട്ട് ഈ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അത്തരം ഒരു ക്ലൈമാക്സ്. ആ ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ വേറെ പലതും ചിന്തിച്ചാണ് തിയേറ്ററിലിരിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാകും, അത് അങ്ങനെ കൊണ്ട് യക്ഷി എന്ത് ചെയ്യാൻ പറ്റും, യക്ഷി എന്ത് ചെയ്യും. അവിടെ ഒരു ഡയലോഗ് ഉണ്ട്, പക്ഷേ പറയാനെങ്കിൽ അത് സിനിമയിലുള്ള ഡയലോഗ് പറഞ്ഞു, യക്ഷിയാണെങ്കിൽ ഒളിച്ച് വല്ല പാലവനത്തിൽ പോയിരിക്കുന്നു പറയുമ്പോൾ ഭയങ്കര കയ്യടിയാണ്. ഗൗരവമായിട്ട് പറയുന്ന സ്ഥലത്താണ് ആ കയ്യടി വരുന്നത്. അങ്ങനെ ആ യക്ഷിക്കഥകളിൽ മികച്ച സിനിമ ഒരു യക്ഷിക്കഥയല്ല, എന്നാൽ യക്ഷിക്കഥയാണ്. എന്നാൽ ഒരു കോമഡി ചിത്രമല്ല, എന്നാൽ കോമഡി ചിത്രമാണ്. ഫാമിലി ചിത്രമാണ് അല്ലേ, എന്നാൽ ഫാമിലി ചിത്രം. അങ്ങനെ മൂന്നും ചേർത്ത് ഹൊറർ, കോമഡി, ഫാമിലി ചിത്രം എന്ന് ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്ന ഒരു സിനിമയാണ്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ഈ സിനിമയിൽ അഭിനയിച്ച ഓരോ കഥാപാത്രവും, ഞാൻ ഒത്തിരി 10-35 ആർട്ടിസ്റ്റുകൾ, എല്ലാവരും പേര് പറഞ്ഞ് സമയം കളയുന്നില്ല. ആ പേര് പറയാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, പേരുകൾ പറഞ്ഞു പോകേണ്ടതല്ല. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോ കഥാപാത്രം നിങ്ങൾ തിയേറ്ററിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ സിനിമയ്ക്ക് എല്ലാ ചേരുവയും ഒരുമിച്ച് കൊണ്ടുവന്നു അഭിലാഷ് പിള്ള എന്ന സ്ക്രിപ്റ്റർ. അദ്ദേഹം ചെയ്തു വെച്ച സിനിമകളെല്ലാം നമുക്ക് നോക്കുമ്പോൾ അറിയാം. അതിൽ മാളികപ്പുറത്തിലെ 2 കുട്ടികൾ ഇതിനകത്തുണ്ട്. ആ കുട്ടികൾ ചെയ്തിരിക്കുന്ന കഥാപാത്രം വരെ കയ്യടി വാങ്ങുന്നു എന്നാണ്. അപ്പോൾ എന്താണ് ആ സിനിമയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്? സുമതി വളവ് എന്നൊരു സ്ഥലത്തുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ, ആ ഗ്രാമത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ അടുത്തടുത്തറിയാവുന്ന ബന്ധുക്കളാണ് ആ കുടുംബത്തിലെല്ലാം ഉള്ളത്. ആ അടുത്തടുത്ത് താമസിക്കുന്ന എല്ലാം ബന്ധുക്കളാണ്. ആ ബന്ധു വീട്ടിൽ നടക്കുന്ന വിഷയങ്ങൾ, ഇതെല്ലാം പറഞ്ഞു പോകുമ്പോൾ പൂർണ്ണ തൃപ്തനായി തന്നെയാണ് ഞാൻ ആ സിനിമ കണ്ടിറങ്ങിയ. നിങ്ങൾ കൊടുക്കുന്ന പൈസ വസൂലാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെയാണ് സുമതി വളവ് ചിത്രം ചെയ്തു വെച്ചിരിക്കുന്നത്. ധൈര്യമായിട്ടും കാണാം. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.